സോ ഹേ ഗൈസ്, ഞാനും എൻ്റെ വൈഫും കൂടെ ഇന്ന് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ ചെറിയൊരു ടോക്കുണ്ടായി. അത് പ്രധാനമായിട്ടും നമ്മുടെ ലോക മൂവീനെ കുറിച്ചും പിന്നെ നമ്മുടെ പുതിയ നിവിൻ പോളിയുടെ സിനിമയുണ്ടല്ലോ, എന്താണ് സർവമായ മൂവി. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്ക്. അതിൽ ഒരു വീഡിയോ, നമ്മൾ സർവമായയുടെ ഒരു വീഡിയോ, അതിനകത്ത് നമ്മുടെ പ്രധാന ആക്ട്രസ് ഉണ്ടല്ലോ, പെൺകുട്ടിയുടെ പേരെന്താണ്, രാശിയല്ലോ, റിയ ഷിബു. ആ പെൺകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ലോകയിലേക്ക് കണക്ട് ആയത്. അപ്പോൾ ലോക ഹിറ്റാവാൻ കാരണം കല്യാണി പ്രിയദർശനാണ് എന്ന് ഒക്കെ ഒരു ടോക്കുണ്ടായി. അപ്പോൾ ഞങ്ങളിൽ കുറച്ച് എൻ്റെ കുറേ ആശയങ്ങളുണ്ട്, ഇവളുടെ കുറേ ആശയങ്ങളുണ്ട്. അപ്പോൾ അത് തമ്മിൽ എനിക്ക് ട്രെയിനിൽ വെച്ച് സംസാരിക്കണ്ട, ഇതിൽ വേണമെങ്കിൽ സംസാരിച്ചോ എന്ന് വിചാരിച്ചു. അത് സംസാരിച്ച് അവിടെ ഒച്ച ഓടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാം. അപ്പോൾ ലിൻഡ പറയുന്നത് ഞാൻ സിനിമ കാണാൻ പോയത് കല്യാണീനെ കാണാനല്ലേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മൂവിയുടെ എല്ലാവരും ഈക്വലി പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതൊരു ഹീറോയിൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു മൂവി എന്നായിരുന്നു പരസ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സൂപ്പർ വുമൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹീറോയിൻ ക്യാരക്ടറിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്നതെന്നുള്ളത് ആ മൂവിയുടെ പോസ്റ്റർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലിപ്പോൾ ഇപ്പൊ ദുൽഖർ വരുന്നോ അല്ലെങ്കിൽ ടോവിനോ വരുന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മൾ മൂവി കാണാൻ പോയിട്ടുള്ളത്. സോ ഷീ വാസ് ഏബിൾ ടു ബ്രിങ് ദോസ്, അത്രയും ക്രൗഡിനെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു സ്റ്റാർ വാല്യൂ കല്യാണിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ജോബിച്ചൻ പറയുന്നത് ടോവിനോയും എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, കാറിന്റെ എന്തോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേക്കട്ടെ. അല്ല, ലിൻഡ പറഞ്ഞത് എൻ്റെ അടുത്ത് ട്രെയിനിൽ നിന്നപ്പോ പറഞ്ഞത്, ജോബിച്ചൻ കാണാൻ പോയത് കല്യാണി പ്രിയദർശനെ കാണാൻ വേണ്ടി അല്ലേ പോയത്, അതുകൊണ്ടല്ലേ സിനിമ കാണാൻ പോയെന്നാണ്. ആക്ച്വലി അതല്ല, ഞാൻ അതൊന്നുമല്ല ഓർത്തത്. അതായത് ഈ പറയുന്ന ഫിലിമിൻ്റെ ലോക മൂവിയുടെ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് അതിൻ്റെ മേക്കിംഗ് ഒരു ഡിഫറെൻറ്റ് ലെവലിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയ ആ ഒരു ട്രെയിലർ, അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ആ ക്ലിപ്പ് ഉള്ളിലിരുന്നു. അതിനകത്ത് അഭിനയിച്ചത് കല്യാണി ആയതുകൊണ്ടല്ല, പക്ഷെ അതിൻ്റെ പുറകിൽ ചെയ്ത കുറേ വർക്കുകളെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞതും, പിന്നെ തുടരെ ആ സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് കുറേ മോഷൻ പോസ്റ്ററും മറ്റേതും മറിച്ചതും പിന്നെ കുറേ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ത്രില്ല് വന്നു. അത് കല്യാണിനെ കാണണമെന്ന് അല്ല, കല്യാണിയാണ് ആദ്യം പോസ്റ്ററിൽ ഉണ്ടായിരുന്ന. അതായത് ആ മൂവിയുടെ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ഹീറോസ് എല്ലാം വന്നിട്ടുള്ളൂ. കല്യാണിയും നസ്ലിനുമാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമ വിജയത്തില് കുറച്ച് കൂടുതൽ വെയിറ്റേജ് കല്യാണിക്ക് പോകുന്നതിൽ എന്താ തെറ്റുള്ളത്, അല്ലെങ്കിൽ നസ്ലിന് പോകുന്നതിൽ എന്താ തെറ്റുള്ളത്? അല്ല, ജോബിച്ചൻ പറഞ്ഞതനുസരിച്ച് ടോവിനോയും ദുൽഖറും വന്നത് കൊണ്ടാണ് ആ മൂവിക്ക് കുറച്ചും കൂടെ, അതായത് ഫസ്റ്റ് ഡേ മൂവി കാണാൻ വരുമ്പോ ആർക്കും അറിയില്ലല്ലോ. ഞാൻ കല്യാണിനെ കാണാനൊന്നുമല്ല, ഞാൻ ഫിലിം കാണാനാണ് ആക്ച്വലി പോയത്. അതിൽ കല്യാണി ഉണ്ടായത് ഓക്കെ, മെയിൻ ക്യാരക്ടറാണ്, ഓക്കെ. അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് ടൊവിനോ ഉണ്ടായി, ഈവൻ ടൊവിനോ പിന്നെ ദുൽഖർ ഉണ്ടായി. മനസ്സിലായോ? അത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് എന്തെന്നാ, ഇപ്പം കാറ് ഒരു 80 കിലോമീറ്റേഴ്സിന് ഓടിക്കുന്ന, ഇപ്പം നോർമൽ ഒരു സെലേറിയോ കാർ ഓടിക്കുവാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, നൈട്രോ കൂടെ ഇരിക്കുമ്പം അതിൽ കൂടുതൽ സ്പീഡിൽ കാറ് പോകും അല്ലേ? അപ്പോൾ അതുപോലെ മൂവിയിൽ കല്യാണി കൊണ്ടുപോയി, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ദുൽഖറും ടോവിനോയും കൂടെ വന്നപ്പം അതിൻ്റെ മാറ്റ് വേറൊരു ലെവലിലേക്ക് പോയി. സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നല്ലോ, ആ വ്യക്തിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. കല്യാണി ഒന്നും ചെയ്തില്ല എന്നല്ല, കല്യാണിയുടെ ബെസ്റ്റ് വർക്കാണ് ലോക, മനസ്സിലായോ? പക്ഷെ ഞാൻ പോയത് കല്യാണിനെ കാണാനല്ല. കല്യാണി ഇതിനു മുന്നേ കുറെ ഫിലിംസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ?
പക്ഷെ ഇത് ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് മേക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ശരി, സമ്മതിച്ചു. പക്ഷെ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് വേറൊരാൾക്ക് ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് താല്പര്യം. ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. ഐഡിയലി ഗോ ടു കല്യാണി നസ്ലിൻ ആൻഡ് എൻറ്റയർ ഫിലിം എല്ലാ ടീമിന് ക്രൂവിന് മൊത്തം പോണം. പക്ഷേ ദ ലാർജർ പോർഷൻ ഐ വിൽ നോട്ട് അഗ്രി ഗോ ടു കല്യാണി എനിക്ക് അവരെ രണ്ടുപേരും ഇഷ്ടമാണെങ്കിലും എനിക്ക് അങ്ങനെ കൊടുക്കാൻ. കല്യാണി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കല്യാണി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട്. കല്യാണി നസ്ലിനെ നന്നായി ചെയ്തു. പക്ഷെ ഞാൻ പോയത് കല്യാണിനെ കാണാനല്ല, ഞാൻ കല്യാണിനെ മൂവി കാണാനാണ് പോയത്. കാണാനല്ല പറഞ്ഞത്. പക്ഷെ ആ മൂവി ഫസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് കല്യാണിയുടെ ഒരു ആ ക്രൗഡിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ശരിയാണ്, ക്രൗഡിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാർ ഈ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇങ്ങനൊരു മൂവി ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഫിലിം കാണാൻ വരണം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വരുവോ ആരെങ്കിലും? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ട്രെയിലറും പോസ്റ്ററും എല്ലാം ശരിയാണ്. അത് എന്റെ ടീമിന് പോണം, ആ ക്രെഡിറ്റ് എന്റെ ടീമിന് പോണം. അല്ലാതെ ഒരു ഹീറോ സെൻട്രിക് ആയിട്ട് അത് കൊടുക്കാൻ പറ്റും. അയ്യോ, ഞാൻ ഹീറോനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല, മനസ്സിലായ? കല്യാണിയുടെ പെടലിക്കാണ് ഈ പറഞ്ഞ മൂവി ഇരിക്കുന്നത്. അത് വേറെ കോൺവെർസേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആ രണ്ട് ക്യാരക്ടേഴ്സ് വന്നത് കൊണ്ടാണ് കുറച്ചും കൂടെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ, ഈവൻ മോർ നെക്സ്റ്റ് ലെവലിലേക്ക്. ദുൽഖറൊക്കെ വന്നപ്പോ എന്തായിരുന്നു, നമുക്ക് ടോവിനോ വന്നപ്പോ എന്താണ്, കല്യാണിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, എങ്ങനെ വെച്ചാൽ പെട്ടെന്ന് പല്ലൊക്കെ വന്നിട്ടുള്ള ഭയങ്കര സൂപ്പറായിരുന്നു. കല്യാണി സൂപ്പറായിരുന്നു, കിടിലനായിരുന്നു. പിന്നെ ആ മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ തന്നെ മാറി. ഇപ്പൊ അടുത്ത മൂവിക്ക് വേണ്ടി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അത്രയും എക്സ്പെക്ടേഷൻ ലെവൽ കൂടി അതവർ വന്നപ്പോഴാണ് അത് മാറിയത്. പക്ഷേ ഷീ വാസ് ഏബിൾ ടു ബ്രിങ് ഇൻ ദ ക്രൗഡ്. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറ. ഓക്കെ, ഞാൻ കല്യാണിക്ക് മാത്രമല്ല ക്രെഡിറ്റ് കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതന്നെ. കല്യാണി അലോൺ അല്ല, ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷെ കല്യാണിക്ക് കുറേ പിന്നെ ഇത് പറയണം, ഇതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ഡേ ആ മൂവി കാണാൻ പോയപ്പോൾ കല്യാണി അവിടെ വന്നു. കല്യാണിയുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കല്യാണിക്ക് ഭയങ്കര ഒരു ഒട്ടും അവിടെയുള്ള എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലെവലിലായിരുന്നു. ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഓഡിയൻസിൻ്റെ അല്ല. അതായത് ഈ എല്ലാവർക്കും ഇതെന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ ഹിറ്റ് ഈ ലെവലിൽ എത്തിയോ. കവിതാ തിയേറ്ററിലെ ക്രൗഡ് ഫുള്ള് അത്രയധികം ആ മൂവി അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഫിലിമിൽ അഭിനയിച്ച എല്ലാ വ്യക്തികളും ആ ഹാളിലുണ്ടായിരുന്നു, ആ സിനിമ തിയേറ്റർ ഹാളിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയാ സന്തോഷം, കൈയടിക്കണം, എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത്രയും ഒരു സന്തോഷം. അപ്പോ അവിടെ വേറെ ആരും ഇല്ല, നസ്ലിൻ ഉണ്ട്, കല്യാണി ഉണ്ട്, പിന്നെ ആളുണ്ട്, പിന്നെ ഡയറക്ടർ ഉണ്ടായിരുന്നു തോന്നുന്നു. സോ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. നോട്ട് ദ മെയിൻ. ഇപ്പൊ ജോബി പറഞ്ഞ് അപ്ബ്രിങ് ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ദുൽഖറും ടോവിനോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമ്മള് കാണാൻ പോയ പടം മായ, എന്തോന്ന്, സർവ്വമായ. ആ ആക്ട്രസും ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എന്താ പറഞ്ഞു വന്നത്, അവർ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുപോലത്തെ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന ഒരു മൂവി കണ്ട് അവരുടെ മുഖത്ത് ആ സന്തോഷം, അത് നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അത് ചിലരുടെയൊക്കെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ ആയിരിക്കും അത്. അപ്പൊ അത് അവരുടെ ലൈഫ് ലോങ് അവര് ഇങ്ങനെ മെമ്മറബിൾ ആക്കി വെക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ അവരതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. റിയ ഷിബുയുടെ കണ്ണുകളിൽ കണ്ട ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതേ സെയിം സന്തോഷം നമ്മൾ ആ കുട്ടി മീൻസ് കല്യാണിയുടെ മുഖത്തും എനിക്ക് കാണാൻ പറ്റിയിട്ടോ. പിന്നെ ഫുൾ ക്രെഡിറ്റ്സ് ആ കുട്ടിക്ക് പോകണം. പിന്നെ എൻ്റെ മമ്മി ഇന്ന് പോയി കണ്ടു. അപ്പോൾ മമ്മിയുടെ മമ്മിക്ക് കഥ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടതിൻ്റെ തെറ്റായിരിക്കും. അതായത് ആ പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ സിനിമയിൽ കുട്ടി മരിക്കുന്നതിന് മുന്നേ ഒരു ആളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പാരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. താടിയുള്ള ആളാണ്, വേറെ എൽഡർലി പേഴ്സൺ ആണ്, വേറെ റിലീജിയനാണ്.
എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലാണല്ലോ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് പോകുമ്പോൾ നിവിൻ പോളിനെ തന്നെ പാരൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആരെയാണോ അത് പാരൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നിവിൻ പോളി പോയി ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മമ്മിയുടെ ഡൗട്ട് ഇതായിരുന്നു, അതായത് അവൾ ഇഷ്ടപ്പെട്ടത് നിവിൻ പോളിനെ തന്നെയായിരുന്നു ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു അതല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഡിഫറെൻറ്റ് പേഴ്സൺ. അത് വേറെ. ഈ കുട്ടി വന്ന സമയത്ത് നിവിൻ പോളിയായിട്ട് ഇഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ പതുക്കെ ഫ്രണ്ട്ഷിപ്പ് ടേൺ ടു അല്ലേ, അതല്ലേ അതാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മമ്മി പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് പറയുന്നത്, ആ കുട്ടിക്ക് ഓർമ്മയില്ല, സ്വന്തം പേര് ഓർമ്മയില്ല, പാരന്റ്സിനെ ഓർമ്മയില്ല, ഒന്നും തന്നെ ഓർമ്മയില്ല. ആൻഡ് ഷീ ഗെറ്റ് ക്ലിങ് ടു നിവിൻ പോളി. അതിന്റെ കാരണം പറയുന്നത് ഒന്ന് ഗിറ്റാർ പറയുന്നുണ്ട്, ദെൻ ഹി ഹാവ് ഐഫോൺ. അങ്ങനെ 2 റീസൺ കാരണമാണ് ആളുടെ കൂടെ പോകുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ പക്ഷേ എങ്ങും തന്നെ നിവിൻ പോളി കുട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ ഇതിനു മുൻപ്, ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് വന്നതായിട്ട് എങ്ങും തന്നെ ഫിലിമിൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ കുട്ടി ഇഷ്ടപ്പെട്ടത് ആരെയാണോ ആ വ്യക്തിനെ അവരുടെ പാരന്റ്സ് കാണണം. ഓക്കെ, അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറ്റി ഇപ്പൊ നിവിൻ പോളി അവരുടെ വീട്ടിൽ പോയി അവരുടെ അമ്മേനെ കണ്ടതിന് ശേഷം അത് കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ ബ്രീസ് പോലെ അവന്റെ ഹാപ്പിനെസ് കാണിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് കിട്ടുന്നത് അവളുടെ ഒരു ഫസ്റ്റ് എയിം ആണല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, അവളുടെ പേരെന്താണ്, അവളുടെ പേരെന്താണെന്ന് അറിയണം അതല്ലേ. അത് നിവിൻ പോളി അത് ഇവള് അറിഞ്ഞല്ലോ എന്താ പേരെന്ന് അവൾ അറിഞ്ഞു. രണ്ടാമത്തത് അറിയേണ്ടത് യെസ് പറയണ ആരാണെന്ന് അത് അവൾ അറിഞ്ഞു. അപ്പോഴത്തേക്കും അവള് പിന്നെ പോയത് വാനിഷ് ആയത് കണ്ടില്ലേ. അപ്പോഴത്തേക്കും അവളുടെ ഷീ വാസ് ഫീലിംഗ് ലൈറ്റ്. ഓരോ പ്രാവശ്യവും ഓരോന്ന് അറിയുമ്പോഴും ഷീ വാസ് ഫീലിംഗ് ലൈറ്റ്. അങ്ങനെ ലൈറ്റ് ആയി. അപ്പം രൂപം പോയോ? അപ്പൊ രൂപം പോയി, പക്ഷെ ഇൻവിസിബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കും. പിന്നെ നിവിൻ പോളി തന്നെ പോയി പരിചയപ്പെടുത്തിയല്ലോ മദറിനെ, പാരന്റ്സിനെ അല്ല മദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അവളുടെ 3ാമത്തെ ആഗ്രഹവും കൂടെ നടന്നു. അപ്പോഴാണ് ആ ബ്രീസ് വന്ന് ടച്ച് ചെയ്ത്. ഓക്കെ, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ ഒരിക്കലും നമുക്കത്, അതായത് ഈ കുട്ടി മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി തന്നെ നിവിൻ പോളിന് ഉള്ളതിലേക്ക് ശരിക്കും പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്റെ മമ്മി ചിന്തിച്ചെടുത്തതാണ്. എന്തായാലും മമ്മിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ കൺഫ്യൂഷൻ ഇല്ല. അത് മമ്മിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ തോന്നാം, കാരണം പലരും ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവസാനമായപ്പം ഇങ്ങനെ ചിന്തിച്ചു കൂടെ എന്നുള്ളത്. അത് പക്ഷെ അത് തന്നെയാണ് മമ്മി ചിന്തിച്ചത്. ഇനിയിപ്പോ ഞങ്ങള് വെറുതെ ശരിയാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഓക്കെ, അപ്പോൾ മമ്മിയുടെ അഭിപ്രായമാണോ അതോ ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണോ? സിമ്പിൾ കഥയാണ്, അത് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല. എന്നാലും പിന്നെ ഈ പടങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. എന്താ പറയുക, ജെൻസി ആളുകൾക്ക് മാത്രമല്ല, ശരിക്കും എനിക്ക് കണ്ടിട്ട് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്. ജെൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല? ജെൻസിക്ക് ഇഷ്ടപ്പെട്ടു. ജെൻസിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മിക്കും ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞേ. പക്ഷെ കഥ കുറെ നീണ്ടുപോയി എന്നൊക്കെ മമ്മി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തീരെ തോന്നിയില്ല. അത് മമ്മിയുടെ അഭിപ്രായം, നമ്മളുടെ അഭിപ്രായം. ഓക്കെ, എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പർ അഭിനയമായിരുന്നു എല്ലാവരും. ഈവൻ ആ ഗോസ്റ്റ്, ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ജെൻസി ക്യൂട്ട് ഗോസ്റ്റ്, അതുപോലെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കൊള്ളാം. നല്ലൊരു ഇതായിരുന്നു. ആമസോണിൽ ഓർഡർ ചെയ്യുന്ന ഉടുപ്പ് അല്ലേ. പിന്നെന്തൊക്കെയായിരുന്നു, ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിവിൻ പോളി കാണുന്ന പിക്കുണ്ടല്ലോ, അതിനകത്തുള്ള ആ ഡ്രസ്സാണ് she was trying to purchase actually. ഓക്കെ, മറന്നുപോയി. യെസ്, അത് അന്നേരം ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചെടുക്കാമല്ലോ. ഓക്കെ, സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമുക്ക് പറ്റുമെങ്കിൽ കമൻസിലിടാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.